യഥാർത്ഥത്തില് ദരിദ്രന്മാരാരാ? ആ ദരിദ്രന്മാര് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുപ്പമുള്ളവരാ. സഹോദരാ സഹോദരി, ആ ദരിദ്രന്മാരെ നിങ്ങൾ ആട്ടിയോടിക്കരുത്. നമ്മുടെ വീട്ടിലൊരാള് ഒരു നേരത്തെ അന്നത്തിന് വന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരോട് ചോദിക്കുവത്രേ, ഞാൻ നിന്റെ മുമ്പിൽ വിശന്നിട്ട് വന്നുവല്ലോ, എന്തേ നീ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? ചോദിക്കും അല്ലാഹുവേ, നീ എന്റെ മുമ്പിൽ ഭക്ഷണത്തിന് വരികയോ? ലോകത്തുള്ള കോടാനുകോടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റാസിക്ക് നീയല്ല റബ്ബേ, നിനക്കെന്തിനാണ് ഭക്ഷണം ആവശ്യം? നീ എന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വന്നെങ്കിൽ എല്ലാം നിനക്ക് തരുമായിരുന്നല്ലോ റബ്ബേ, എന്താണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയും, നിന്റെ വീട്ടുമുറ്റത്ത് എത്ര പേര് നേരത്തെ ഭക്ഷണത്തിന് കൈനീട്ടി വന്നു, അവരെയൊക്കെ നീ ആട്ടിയോടിച്ചില്ലേ? ആ വന്നവരെ ഞാൻ പറഞ്ഞു വിട്ടവരാണ്, നീ എന്നെ ആട്ടിയോടിച്ചതിന് തുല്യമാണ് എന്ന് അല്ലാഹു മറുപടി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ, എപ്പോഴും സദാസമയവും വീട്ടിലുള്ളവര് നിങ്ങളല്ലേ. ഒരാള് മുമ്പിൽ വന്നാൽ, ഒരു സഹായം ചോദിച്ചു വന്നാൽ, ഒരൽപ്പം ഭക്ഷണം ചോദിച്ചു വന്നാൽ, മകളെ കെട്ടിക്കാൻ ചോദിച്ചു വന്നാൽ അവരെ ആട്ടിയോടിക്കരുത്. ഉള്ളതനുസരിച്ചിട്ട് അവർക്ക് സദക്ക കൊടുക്കണേ. ആ സമയത്ത് ബാക്കവി പറഞ്ഞ ഈ വാക്കോർക്കണേ, ഈ വന്നത് ഈ പാവപ്പെട്ടവനല്ല, ഇത് പടച്ച തമ്പുരാൻ പറഞ്ഞു വിട്ടതാണ്. ഇവരെ ആട്ടിയോടിച്ചാൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധം വേണേ. ഇനി കൊടുക്കാൻ ഒന്നും നിന്റെ കയ്യിലില്ലെങ്കിൽ ഖൗലും മഅറൂഫിൻ സദഖൈറും മിൻ സദഖ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് സഹോദരാ ഇപ്പൊ എന്റെ കയ്യിലില്ല, പിന്നെ നിങ്ങൾ വന്നാൽ ഞാൻ തരാമെന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞു വിട്ടാൽ അതൊരു സദഖയേക്കാൾ പ്രതിഫലമുള്ളതാണെന്ന്. ലോകമാന്യത ആഗ്രഹിച്ചിട്ട് കൊടുക്കുന്ന ലക്ഷത്തിനേക്കാൾ ഒന്നും ആഗ്രഹിക്കാട് ഒരു പാവപ്പെട്ടവനോട് പുഞ്ചിരിയോടെ പറയുന്ന ഒരു വാക്കിന് സഹോദരാ 1000 പേരുടെ മുമ്പിൽ എന്റെ പേര് വായിക്കപ്പെടണം, എല്ലാവരും എന്നെ കുറിച്ച് വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയണം എന്ന ഉദ്ദേശത്തെ 1 കോടി കൊടുക്കുന്നതിനേക്കാൾ വലിയ സദഖയാണ്. ഒന്നുമില്ലാത്ത ഒരുത്തന്റെ മുമ്പിൽ ഒരു പാവപ്പെട്ടവൻ വരുമ്പോ നല്ല പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചിട്ട് സഹോദരാ എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും കാണുമ്പോ ഞാൻ എന്തെങ്കിലും തരാം, അല്ലാഹു നിന്നെ സഹായിക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞാൽ അതിനാണ് ഏറ്റവും പ്രതിഫലമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇനി ഒരാളോട് പറയാം എന്റെ ഇല്ല, എന്നാൽ ഇൻഷാ അല്ലാഹ് ഇനി കാണുമ്പോ തരാം എന്ന് പറയാം. അതൊക്കെ ഒരു വലിയ സ്വഭാവമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഇത്രയും നേരം ഞാൻ സമ്പന്നരോടാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന രണ്ടാമത്തെ ഭാഗം എല്ലാ ദരിദ്രന്മാരോടുമല്ല, എല്ലാ ദരിദ്രന്മാരുമല്ല. ദാരിദ്ര്യമുണ്ട്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖിയുമാണ്. അല്ലാതെ എല്ലാ ദരിദ്രന്മാരുമല്ല, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന രാപകലില്ലാതെ ദിക്റുകൾ ചെല്ലുന്ന നല്ല ദരിദ്രന്മാർ. ദരിദ്രന്മാര് മോശമുണ്ട്. 2 വിഭാഗം ആളുകൾ, അവരെ അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അതോ അതിൽ പെടണോ? 2 വിഭാഗം ആളുകൾ, ആ 2 വിഭാഗം ആളുകളെ അല്ലാഹുക്ക് തീരെ ഇഷ്ടമല്ല. വലാ യൻദുറുല്ലാഹു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുകയേയില്ല. ആഖിറത്തിൽ എത്തുന്നാൽ വലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹു സംസാരിക്കുക പോലും ഇല്ല, മാറ്റി നിർത്തിക്കളയും. ഒന്നാലോചിച്ച് നോക്കി, കുറെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ പരസ്പരം സംസാരിക്കുന്നു, 2 പേരെ മാറ്റി നിർത്തിയിരിക്കുന്നു, അവരുടെ മുഖത്താരും നോക്കണില്ല, അവരോട് ആരും സംസാരിക്കണില്ല, ഒറ്റപ്പെട്ടു പോകില്ല നമ്മൾ അവിടെ. മഹിശറ എന്ന മഹാസഭയിൽ അവരോട് നോക്കുക പോലുമില്ല 2 വിഭാഗം ആളുകൾ. അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. പറഞ്ഞുതരട്ടെ, ചിരി ഗൗരവമുള്ള കാര്യമാണ്.
ഒന്നാമത്തേത് ഫക്കീറുൻ മുത്തകബ്ബിറുൻ, അഹങ്കാരിയായ ദരിദ്രൻ. അവന് ദാരിദ്ര്യമുണ്ട്, അവന് കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, എല്ലാ പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വഫക്കീറുൻ മുത്തകബ്ബിറുൻ, ദരിദ്രനായ ദരിദ്രൻ, അഹങ്കാരിയായ ദരിദ്രൻ. ആവശ്യത്തിന് പ്രയാസവും കടവും ദുഃഖവും രോഗവും ഒക്കെയുണ്ട്. എന്നാൽ നാട്ടിൽ അടിയുണ്ടാകും അവൻ നെഞ്ചു പിരിച്ച് ഫ്രണ്ടിയുണ്ട്. വെള്ളിയാഴ്ച ചുമയക്കടി ഉണ്ടാക്കാനും അവൻ ഫ്രണ്ടിലുണ്ട്. അവന്റെ അത്രയും വലിയ അഹങ്കാരിയ ദുനിയാവി വേറെ ആരുമില്ല. ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോ ആ ദരിദ്രൻ ആരാ? അള്ളാഹ് ഇഷ്ടപ്പെട്ട ദാരിദ്ര്യമുണ്ട്, ഇഷ്ടപ്പെടാത്ത ദരിദ്രനുണ്ട്. അവനില്ലാത്ത പ്രശ്നവും പ്രയാസവും ഒന്നുമില്ല. എന്നാ നാട്ടിൽ ഏത് കുഴപ്പത്തിനും ആരുണ്ട്? ഇവനുണ്ട്. ആളുകൾ പറയടാ നിനക്ക് നിന്റെ കാര്യം തന്നെ കട്ടത്ത്. നീ ആരടാ എന്നോട് ചോദിക്കാൻ? നീ ആരെന്നോട് പറയാൻ? സർവ കുഴപ്പത്തിനും അവനുണ്ട്. ദരിദ്രനായ അഹങ്കാരിയായ ദരിദ്രനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ദാരിദ്ര്യമുള്ള പെണ്ണാണ്, എന്നാൽ സർവ്വ അയലോക്കത്തും കുഴപ്പമുണ്ടാക്കുക അവളുണ്ട്. അവളുടെ ജോലി 3 നേരം കഞ്ഞി വെക്കാനുള്ള ഗതി വീട്ടിലില്ല. എന്നാൽ 6 നേരം അയലോക്കത്തെ വീട്ടിൽ ഇത്രയും വസാദ് ഉണ്ടാക്കാൻ തിണ്ണതോറും ഇങ്ങനെ നിരങ്ങി 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 നടന്ന് ആ അയലോക്കത്തുള്ള സർവ്വ പ്രശ്നത്തിന് അവളുണ്ട്. എന്നാ റബ്ബേ പ്രയാസമാണല്ലോ, നീ മാറ്റിത്താന്ന് നിസ്കാരപ്പായിരുന്ന് കരയാൻ അവർക്ക് നേരമില്ല. അവളെല്ലാം കുഴപ്പത്തിനുമുണ്ട്. അങ്ങനെയുള്ള ദരിദ്രനെ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ ആൾ പറയട്ടെ രണ്ടാമത്തെ ആളാരാ? വശൈഖുൻ സാനി, വ്യഭിചാരിയായ വൃദ്ധൻ. വ്യഭിചാരിയായ വൃദ്ധൻ തലമുടി നരച്ചിട്ടുണ്ട്, താടിയിൽ നര വീണിട്ടുണ്ട്, ഏതാണ്ട് വയസ്സ് 60ഓട് കടന്നിട്ടുണ്ട്. എന്നാലും ഇപ്പണി മാത്രം അവൻ നിർത്തിയിട്ടില്ല. വശൈഖുൻ സാനി, വൃദ്ധനായ വ്യഭിചാരി. തലമുടി നരച്ചു, താടി നരച്ചു, കാലിന്റെ മുട്ടൊക്കെ അത്ര നിർവാതായി. എന്നാലും ഇപ്പണി നിർത്തിയിട്ടില്ല അയാൾ. വശൈഖുൻ സാനി. അല്ലാഹു കാക്കട്ടെ. ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? ശൈഖുൻ സാനി, വ്യഭിചാരിയായ വൃദ്ധനെ അല്ലാഹ്ക്ക് ഇഷ്ടമല്ലെന്നാണ്. അപ്പൊ വ്യഭിചാരിയായ യുവാവോ? ചെറുപ്പക്കാരെ നമ്മൾ രക്ഷപ്പെട്ടടാ, അല്ലാഹ്ക്ക് നമ്മളോട് വലിയ ഇഷ്ട. നമ്മളങ്ങനെ മഫ്ഹൂമ് മുഖാലഫ നോക്കുന്ന ആളുകളാ. എന്നാ കേട്ടോളി, എന്റെ മോനെ, 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചാൽ കിട്ടുന്ന ശിക്ഷയല്ല 40 വയസ്സുള്ള ഒരാൾ വ്യഭിചരിച്ചാൽ ഇരട്ടി ശിക്ഷയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? 25 വയസ്സുള്ള കരികരുത്ത ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകമായ യുവാവ് വ്യഭിചരിക്കുന്ന ആ യുവാവിന് ശിക്ഷയുണ്ട്. അതിന്റെ ഇരട്ടി ശിക്ഷയാണ് 40 വയസ്സായപ്പോ വ്യഭിചരിച്ചവന്. 40 വയസ്സിൽ വ്യഭിചരിച്ച ഒരാളുടെ ശിക്ഷയുടെ 3 ഇരട്ടിയാണ് 60ാമത്തെ വയസ്സിൽ വ്യഭിചരിച്ചവൻ. കാരണം അപ്പോഴൊന്നും പടച്ചോനെ വയസ്സ് 40 റബ്ബേ, ഇത്രയും നാളിങ്ങനെ അടിച്ചു പൊളിച്ച് ചിരിച്ചും കളിച്ചും രസിച്ചും രമിച്ചും ഹരിച്ചും കളിച്ചും കുളിച്ചും നടന്നു. ഇനി നന്നായിട്ട് നടക്കണോ അല്ലാ? വയസ്സ് 40 തലമുടി നരക്കാൻ തുടങ്ങി. എന്റെ പെണ്ണുങ്ങളെ, എന്റെ പൊന്നു പെണ്ണുങ്ങളെ, തലമുടിയൊക്കെ ഇവിടെ മെല്ലെ നരക്കാൻ തുടങ്ങി. പടച്ചോനെ, ഇനി ഞാൻ ഇങ്ങനെ ഈ ഹിജാബ് കെട്ടിയാ പറ്റൂല. തലമറയ്ക്കാതെ ഏതെങ്കിലും പെണ്ണുങ്ങൾ കാസർഗോഡ് ഉണ്ടാവും, കോഴിക്കോട് ഉണ്ടാവും. തലമറയ്ക്കാതെ നടക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? ആ മറയ്ക്കലൊരു മറയ്ക്കലാണെന്നേ ഉള്ളൂ. തലമറക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും ഒരു ഈമാനിന്റെ അടയാളം, ഈമാൻ നിർഗളിക്കുന്ന ഒരു കർമ്മമായിട്ടത് മാറാറില്ല. സഹോദരി, 40 വയസ്സായി. ആ 40 വയസ്സായാലും മാറ്റം വരണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ 40 വയസ്സൊരാൾക്കായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ മാറണമെന്നാണ് ഖുർആൻ. ബാക്കവി പറയണത് ഖുർആനാണ്. 40 വയസ്സായാൽ പിന്നെ അതുവരെയുള്ള ജീവിതത്തിന്റെ ശൈലിയല്ല 40 കഴിഞ്ഞാൽ. ബാക്കവിന്റെ വകയല്ല ഖുർആൻ. 40 കഴിഞ്ഞ ആളുകളില്ലേ ഇവിടെ? 40 കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്കാൻ നോക്കട്ടെ. 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കി. പടച്ചോനെ, 40 വയസ്സ് കഴിഞ്ഞ ആളുകളൊന്ന് കൈവക്കി. ഞാൻ പൊക്കിപ്പാ 42.
ഒന്ന് പൊക്കി മനുഷ്യന്മാർ. അല്ലാഹുവേ, നരച്ചവരൊക്കെ പൊക്കിയിട്ടില്ല, ഞങ്ങളെന്താ സന്തൂർ തേച്ചാ കുളിക്കണേ? 40 എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. ഞാനും കൈവക്കില്ലോ. 40ന്റെ പരിധി എനിക്കും കടന്നു. ഞാൻ നിങ്ങളോട് ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇരിക്കണ 2 മണിക്കൂർ നിങ്ങൾക്ക് മുതല. 2 മണിക്കൂർ ഇരിക്കൂലേ? 12 മണി ദുആ കഴിയാതെ ഒരാൾ എഴുന്നേൽക്കൂല എന്നുണ്ടെങ്കിൽ ഞാൻ വഅ്ള് പറയും. കാരണം എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം, വഅ്ള് കഴിഞ്ഞു ദുആടെ സമയം ഒരൊറ്റ പോക്ക പറ്റൂല. എല്ലാരും ഇൻഷാ അല്ലാഹ് ദുആയി കഴിയാൻ 12 മണിക്കുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കും. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് എല്ലാരും സദസ്. ഇതിപ്പോ ഏതാണ്ടില്ല, ട്രംപ് വന്നപ്പോ മോഡി പണിത മതില് മാതിരിയാ. അപ്പുറത്ത് കുറെ ആളുകൾ ആ മതിലിന്റെ അപ്പുറത്തുണ്ട്, എന്നാ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങോട്ട് വന്നൂടെ നമുക്ക്? അഹമ്മദാബാദിൽ 40 വയസ്സ് കഴിഞ്ഞാൽ സഹോദരാ, ഒരു മനുഷ്യന്റെ ജനന മരണങ്ങളുടെ ഇടയിലുള്ള യാദൃച്ഛികതകളും ആകസ്മികതകളും നിറഞ്ഞ ജീവിതം. ആ ജീവിതത്തിന് നാം കടന്നു പോകുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വയസ്സാണ് 40 വയസ്സ്. ആ വയസ്സെത്തിയാൽ പിന്നെ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, മുഅ്മിനത്തെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ഒരൊറ്റ കാര്യമൊന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയോജനപ്പെട്ടതാ. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന ഖാല റബ്ബി ഔസിഗ്നി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, 40 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അടിമുടി മാറണം. അതേവരെയുള്ള ജീവിതത്തിന്റെ ശൈലിയോട് വിട പറയണം. എന്നിട്ട് റബ്ബിനോട് പറയും, റബ്ബി അല്ലാഹുവേ, 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 ഔസിഗ്നി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. ഇക്കഴിഞ്ഞു പോയ 40 വർഷക്കാലത്തിന് നീ എനിക്ക് വാരിക്കോരി തന്ന അനുഗ്രഹത്തിന് നിന്നോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു റബ്ബേ. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് നീ ആ അനുഗ്രഹം നൽകണേ അല്ലാഹ്. എന്നിട്ട് പറയാണ്, റബ്ബേ 40 വർഷം കഴിഞ്ഞല്ലോ, അടിച്ചു പൊളിച്ചു ജീവിച്ചല്ലോ, ഇനി റബ്ബേ വഅൻ അഅമല സാലിഹൻ തർളാഹ്, ഇനി നിനക്കിഷ്ടപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് എന്റെ ആയുസ് ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. വാസ്ലിഹ് ലി ഫീ ദുർരിയതി, 40 കഴിഞ്ഞല്ലോ, എന്റെ കാലുകൾ ബലഹീനമാകുന്നുണ്ട്, എന്റെ ആരോഗ്യം തിരിച്ചു നടക്കുന്നുണ്ട്, പഴയതുപോലെ ബിസിനസ് നടത്താൻ വയ്യ. വാസ്ലിഹ് ലി ഫീ ദുർരിയതി, എന്റെ മക്കളെ അതെല്ലാം ഏറ്റെടുക്കാൻ പ്രാപ്തരാക്കി എന്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. 40 കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ മക്കൾക്കൊരു ശരാശരി 25 വയസ്സിൽ കല്യാണം കഴിച്ചാൽ നമ്മുടെ മക്കള് 13, 14, 15 വയസ്സാകുമല്ലോ. ആ സമയത്തല്ലേ മക്കള് വഴിതെറ്റിപ്പോവുക. 40 വയസ്സുള്ള വാപ്പ ദുആ ചെയ്യണേ, ഉമ്മ ദുആ ചെയ്യണേ, വാസ്ലിഹ് ലി ഫീ ദുർരിയതി, എന്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കണയല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനഭാരത്താൽ തലകുനിക്കുന്ന മക്കളാക്കല്ല റബ്ബേ. പടച്ചവനെ 40 ഇന്നീ തുബ്തു ഇലൈക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു അല്ലോ, നിന്നിലേക്ക് ഞാൻ തിരിച്ചു നടക്കുന്നു അല്ലോ, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിക്കുന്നു അല്ലോ. ഇനി എനിക്കൊരു യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഅ്മിനേ
മുഅ്മിനത്തെ 40 വയസ്സെത്തിയാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാവണം, ശൈലിയിൽ മാറ്റമുണ്ടാവണം, രീതിയിൽ മാറ്റമുണ്ടാവണം. കാരണം 40 വയസ്സെത്തിയാൽ അതിന്റെ അർത്ഥമെന്താ? ഇനി പരമാവധി 20 വർഷം കൂടിയല്ലേ ഉള്ളൂ, 30 വർഷം കൂടിയല്ലേ ഉള്ളൂ. റബ്ബേ, ഇനിയുള്ള ജീവിതം, ഞാൻ എന്റെ ജീവിതം തീർന്നല്ലോ അല്ലാ. ഓരോ വർഷവും കൊടിഞ്ഞപ്പോ എന്റെ ആയുസ് തീർന്നല്ലോ റബ്ബേ. കൊടിയുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച കഴിയുന്നു, കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. ഓരോ കൊല്ലവും ഓരോ മാസവും കൊടിഞ്ഞു വീഴുമ്പോ അള്ളാഹു നിശ്ചയിച്ച ആയുസിൽ നിന്ന് ഒരു കൊല്ലം തീർന്നില്ലേ? 2019 തീർന്നില്ല മുഅ്മിനേ. അള്ളാഹു നിശ്ചയിച്ച ആയുസിൽ ഒരു വർഷം കൂടി പോയില്ലേ? 2020 വന്നില്ലേ? അള്ളാഹുവേ, അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കി തരണേ അല്ലാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലൂടെ 60 വയസ്സുള്ള ഒരാൾ കടന്നു പോയപ്പോ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്ര വയസ്സായി? അയാൾ പറഞ്ഞു 60 വയസ്സായി. മഹാനവറുകൾ ഉടനെ ചോദിച്ചു, 60 വർഷമായിട്ട് അല്ലാഹുവിന്റെ ഖബറിലേക്ക് നടക്കുകയാണല്ലേ? മഹാനവറുകൾ ഒരു വൃദ്ധനെ കണ്ടു, എത്ര വയസ്സായി? 60 വയസ്സായി. അപ്പോ ഒരു ചോദ്യം, 60 വയസ്സായിട്ട് ഖബറിലോട്ട് നടക്കാണല്ലേ 60 വർഷമായിട്ട്? അയാൾ പേടിച്ചു ഉറച്ചുപോയി. 60 വയസ്സുള്ള ഉപ്പൂപ്പ പൂച്ചക്കാട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു. ഖത്തീബ് ഫ്രണ്ട് ഇരിക്കാൻ. ഖത്തീബ് അപ്പൊ ബാക്കവി ഉസ്താദ് ചോദിച്ചു, എത്ര വയസ്സായി? ഉപ്പ പറഞ്ഞു 60 വയസ്സായി. അപ്പൊ ബാക്കവി ഉസ്താദിന്റെ ഒരു ചോദ്യം, 60 വർഷമായിട്ട് ഖബറിലോട്ട് നടക്കാണല്ലേ? പൊന്നു ഉസ്താദേ, അമ്മാതിരി വർത്താനം, പേടിയോ? ആർക്കും പേടിയുണ്ടാവും. ഖബറിലേക്ക് കേട്ടാല് പേടിയുണ്ടാവും, വല്ലാത്ത പേടിയുണ്ടാവും. ചോദിച്ചു, 60 വർഷമായിട്ട് ഖബറിലേക്ക് നടക്കുകയാണല്ലേ? യഥാർത്ഥത്തിൽ ശരിയല്ല. ഓരോ കാലടി വെക്കുന്നത് ഖബറിലേക്കല്ലേ, നടക്കുന്നത് ഖബറിലേക്കല്ലേ? പുച്ചക്കാട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഈ മജ്‌ലിസ് വരെ നടന്നു വന്നത് 100 കാലടി ഉണ്ടെങ്കിൽ ആ 100 കാലടി ഖബറിലേക്ക് നടന്നതല്ലേ? നടന്ന് 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 നമ്മൾ ഖബറിലെത്തി ചേർന്നിടും. നാള് കൊഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. ഓരോ നടപ്പങ്ങട്ടാ. അതുകൊണ്ടാണ് തടവാ ഉസ്താദ് പറഞ്ഞത്, ഗർഭാശയം വിട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണ്. ഖബറിലേക്കുള്ള നടത്തമാണ്. അതുകൊണ്ട് 60 വർഷമായി. അപ്പോ ചോദിച്ചു, ആ 60 വയസ്സുള്ള വൃദ്ധൻ പേടിച്ചിട്ട് പറഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ ഇന്നാലില്ലാഹി എന്നുറക്കെ പറഞ്ഞപ്പോ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്കറിയോ അത്തദിരി മാനാ ഖൗലിക ഇന്നാലില്ലാഹി എന്ന് നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? അയാൾ പറഞ്ഞു, എനിക്കറിയാം. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അവനിലേക്ക് തിരിച്ചു മടങ്ങി പോകാനുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഇന്നാലില്ലാഹി. നമ്മൾ പറയാറില്ലേ, ഒരു മുസീബത്ത് വരുമ്പോ പറയണ വാക്കാണ് ഇന്നാലില്ലാഹി. ഒന്ന് സഹരിക്കും മനുഷ്യന്മാരിരുന്ന് ഉറങ്ങാണോ? ഇമ്മാതിരി ശബ്ദത്തിൽ വാത് പറഞ്ഞിട്ട് നിങ്ങളിരുന്ന് ഉറങ്ങാണോ? ഇവിടെ വെളിച്ചമില്ലാത്തോണ്ട് കാണാനും വയ്യ. ഈ ഫ്രണ്ട് നേരം അതെന്താ അങ്ങനെ? ഫ്രണ്ടിൽ വെളിച്ചം വേണ്ട ആളുകളുടെ. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകളുടെ കണ്ണ് മാത്രം തിളങ്ങണ എനിക്ക് കാണാൻ പറ്റും, വേറെ ഒന്നും കാണാൻ പറ്റും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ കാസർഗോഡുകാർ വെള്ളം ഇടണോണ്ട് പിന്നെ കാണാനും പറ്റും. വേറൊരു കളറും കൂടെയാണ്, അതും കാണാൻ പറ്റും. നമ്മൾ പറയാറില്ല, എന്താ പറയാൻ? പറയും, ഒരു ദിക്റിന്റെ പ്രതിഫലം കിട്ടൂല. ഇന്നാലില്ലാഹി
എന്താണ് പറഞ്ഞത് വാക്കിന്റെ അർത്ഥമെന്നറിയോ? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഏത് സമയത്തും ഞാൻ അവനിലേക്ക് തിരിച്ചു പോകാനുള്ളവനാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ സമാപനത്തിലോട്ട് കടക്കട്ടെ. മഹാനവറുകൾ പറഞ്ഞു, സഹോദരാ, ഏകനായ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവനാണെങ്കിൽ, ആ പടത്തറപ്പിന് മുമ്പിൽ ഹിസാബിന് നിൽക്കാനുള്ളവനാണെങ്കിൽ, അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തയ്യാറാക്കിയിട്ട് പോകണേ. അല്ലാഹു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിനക്ക് കഴിയുമോ? ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ? പറ്റുമോ? എന്താ ചോദ്യം? ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയതല്ല മോനെ. ഇന്നാലില്ല പറഞ്ഞാ പോരാ. അതിന്റെ അർത്ഥം ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അവനിലേക്ക് ഏത് സമയത്തും ഞാൻ മടങ്ങി പോകേണ്ടവനാണ്. എന്നാൽ പടച്ചവൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാവണേ. എന്താ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാണോ? തയ്യാറാണോ? എന്നാ ചോദ്യേടാ മോനെ. ആദ്യത്തെ ചോദ്യേടാ, നിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ കൊണ്ട് ചെലവഴിച്ചു? ദരിദ്രന്മാർക്ക് ചോദ്യമില്ലല്ലോ. ഒരർത്ഥത്തില് ദാരിദ്ര്യം ഒരു അനുഗ്രഹമല്ലേ? അല്ലാഹുവിന്റെ ആദ്യത്തെ ചോദ്യമേടാ, നിന്നെ സമ്പത്ത് നീ എവിടെ നിന്നാണ് ചൂണ്ടിക്കാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്? സമ്പന്നന്മാരെ അതിന് മറുപടി പറയാതെ പോവാൻ സാധ്യമല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യത്തെ ചോദ്യം, മിൻ ഐന തസബഹു, എവിടെന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു? രണ്ട് ചോദ്യം. സമ്പന്നന്മാരെ കൊടുക്കണം, സമ്പന്നന്മാരെ കൊടുക്കണം. അല്ലാഹു കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. സമ്പന്നന്മാരാരും കൊള്ളൂല എന്നല്ല, എത്ര സമ്പത്തുണ്ടോ അതിനനുസരിച്ച് കൊടുക്കണം. ബഖീലന്മാരാവരുത്. സയ്യിദുൽ ബുഖലായി ഹാദൽ ഖൗമി വഹാദൽ വത്നി ആവരുത്. നന്നായി സദഖ ചെയ്യണം. നമ്മുടെ ബഹുമാനനായ എം എ യൂസുഫ് അലി സാഹിബ്, അല്ലാഹു ആരോഗ്യത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹം ഈ അടുത്തൊരു സമ്മേളനത്തിൽ ഞാനുണ്ട്, അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ ആ സ്ഥാപനത്തിന് 1 കോടി രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് യൂസുഫ് അലിയുടെ ഔദാര്യമല്ല, ഇത് യൂസുഫ് അലിയുടെ കടമയാണ്, അല്ലാഹ് എന്നോട് ചെയ്യാൻ പറഞ്ഞ കടമയാണ്. അങ്ങനെ പറയണമെങ്കിൽ ഒരു മനസ്സ് വേണമല്ലോ. ഇതെന്റെ ഔദാര്യമല്ല, ഇതെന്റെ കടമയാണ്. അല്ലാഹ് എനിക്ക് സമ്പത്ത് തന്നു, അത് ദീനിന് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നുള്ള എന്റെ കടമയാണ്. അതെന്റെ ഔദാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. അതുകൊണ്ട് സമ്പന്നന്മാരെ കൊടുക്കി, ദീനിന് വേണ്ടി കൊടുക്കി. ഈ പൈസ മുഴുവന് കയ്യുമേ വെച്ചിട്ട് എന്ത് ചെയ്യാൻ എന്റെ കുട്ടിയെ? ഈ കാശ് മുഴുവൻ ഇങ്ങനെ കെട്ടിപ്പൊക്കി ബാങ്കിലും അലമാരയിലും വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അതുപോലെയാണ് നമ്മുടെ ഹാജി പി എ ഇബ്രാഹിം ഹാജി, അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. മറ്റൊരാൾക്ക് വേണ്ടി ആമീൻ പറഞ്ഞാലേ ആ ആമീൻ പറഞ്ഞ സാധനം അല്ല നമുക്കും തരും. അയാൾക്കാണ്, എന്നാ ഞാൻ ആമീൻ പറയണില്ല, നിനക്കും കിട്ടൂല. നമ്മൾ വിചാരിക്കും അയാൾക്കാണ്, എന്നാ ഞാൻ ആമീൻ പറഞ്ഞു, അവനുണ്ട് അയലോക്കംകാരനാണ്, ആ പറയണ നമുക്കും കിട്ടൂല. ദീനി മദ്രസകളെ, ദീനി കാര്യങ്ങളെ വലുതായി സഹായിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അല്ലാഹു. അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മളെയും അങ്ങനെ പറയണം. അദ്ദേഹം ആ സമ്പത്തിനെ അങ്ങനെ വിനിയോഗിച്ച ആളായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമല്ലേ? കാരണം അവിടെ അത്ര വലിയ ഹിസാബില്ലല്ലോ. അല്ലാഹു സമ്പത്ത് തന്നാലും മറുപടി പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് സഹോദരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഏറ്റവും പരമപ്രധാനമായ ദുആ അക്കൂട്ടത്തിലൊരു ദുആയായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ, ഉറക്കെ ആയിഷത്തു സിദ്ദീഖ, ആയിഷത്തു സിദ്ദീഖ
റളിയല്ലാഹു അൻഹാ. സമയായോ? നിർത്താൻ സമയായ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ പറഞ്ഞ് പിന്നെ റജബല്ലേ, നിങ്ങൾക്കൊരു 4 കാര്യം പറഞ്ഞു തരാനുണ്ട്. അതും കൂടെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് തമ്മത്തിൽ കിതാബ് ബിഔനില്ലാഹിൽ മലിക്കിൽ വഹാബ്. ആ 4 കാര്യം കൂടെ പറഞ്ഞ അൽഹംദുലില്ലാഹ് റാഹത്തായി. അല്ലാഹു നമുക്ക് നല്ലത് പറയാൻ തൗഫീക്ക് നൽകട്ടെ. കേൾക്കണം മുഅ്മിനെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനത്തെ. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ പറയാ, ഞാൻ ഹബീബായ നബി തങ്ങളുടെ കൂടെ രാത്രിയിൽ കിടന്നു. രാത്രിയിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്താണ് മുസ്തഫായ നബി തങ്ങളുടെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله. ഇൻഷാ അല്ലാഹ് നമ്മുടെ യൂറോസിലും മറ്റീടെ സംഘാടകരുടെ ബക്കറ്റുമായി വരുന്നുണ്ട്. എല്ലാവരും ഒരു കാര്യമായ സദഖ ഹബീബായ നബി തങ്ങളുടെ ഒരു ദുആയും പറഞ്ഞ് അവസാനം നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അനുഷ്ഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളും കൂടി പറഞ്ഞ് നമ്മുടെ സദസ്സ് അവസാനിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും നല്ല സദഖയുടെ क्या करूं मेरे जोली है खाली नहीं है. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറുദു ബംഗാളി ഹിന്ദി ഒക്കെ പഠിച്ചോളി. ഇനി പള്ളിയിലെ ഖത്തീബും കൂടെ ബംഗാളി ആവാവുള്ളൂ, ബാക്കിയെല്ലാം ആയി. ബാക്കിയെല്ലാം ഇപ്പൊ ബംഗാളികളാണ്, മലയാളിക്ക് മടിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്ന് ഉഷാറായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരി ഏത് സമയത്തും നമ്മൾ പറയാറില്ലേ, പെങ്ങന്മാരെ നമ്മൾ പറയാറില്ല, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, എന്റെ ഭർത്താവിന് മാത്രം ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല. സഹോദരി ആകുലതപ്പെടേണ്ട, ഒരു സമയത്തും അതിന് പേരിൽ പരാതി വേണ്ട. യഥാർത്ഥത്തിൽ ഒരു പെണ്ണും അങ്ങനെ ചിന്തിക്കണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ കച്ചവടക്കാരായ ഭർത്താക്കന്മാർ രാവിലെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ അവരുടെ ഭാര്യമാര് അവരോട് പറയുമായിരുന്നു അത്രേ, ഇയ്യാക വകസ്ബൽ ഹറാം. ഭർത്താവേ, നിങ്ങളെയും ഹറാമായ സമ്പാദ്യത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. കച്ചവടം ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ എനിക്കും എന്റെ മക്കളുടെ പള്ളയിലെ ഹറാം പോകുന്ന ഭക്ഷണം കൊണ്ടുവരരുത്. എന്റെ മുഅ്മിനേ, മുഅ്മിനത്തെ, ദാരിദ്ര്യം കാണത്താലോട് ഭർത്താവിനോട് പറയാറില്ലേ, ലോട്ടറി എടുത്തോ സമ്പന്നനാവാം, പലിശ കൊടുത്തോ സമ്പന്നനാവാം. എത്ര വലിയ കൊടും ദാരിദ്ര്യം വന്നാലേ ഹറാമിനെ ആഗ്രഹിക്കരുതേ. ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ പെണ്ണുങ്ങൾ തന്റെ ഭർത്താക്കന്മാരെ കച്ചവടത്തിന് പോകുമ്പോ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ, ഇയ്യാക വകസ്ബൽ ഹറാം. നിങ്ങളെയും ഹറാമായ സമ്പാദ്യത്തെ സൂക്ഷിക്കണേ എന്ന് പറയുന്ന പെണ്ണുങ്ങൾ നമ്മൾ വീട്ടിൽ വേണം. കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന സഹോദരിമാരെ ആഡംബരത്തെ കൊതിച്ചിട്ട് നിങ്ങൾ ഹറാമിനെ പെടുത്തുവായിക്കരുത്. യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ദാരിദ്ര്യം വലിയൊരു അനുഗ്രഹമല്ലയോ? ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെയും നേതൃത്വം ഏറ്റെടുത്ത മഹദിയായ ആയിഷ റളിയല്ലാഹു
റളിയല്ലാഹു തആല പറയാ, ഒരു പാതിരാത്രിയിൽ ഞാൻ എന്റെ ഹബീബിനോടൊത്ത് ഉറങ്ങാൻ കിടന്നു. ആരെങ്കിലും ദാരിദ്ര്യത്തിന്റെ പേരിൽ മനസ്സിൽ നിരാശയുണ്ടെങ്കിൽ സഹോദരി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്ക് കേട്ടോളൂ. പാതിരാ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹബീബിനെ കാണുന്നില്ല. പലയിടത്തും ഞാൻ നോക്കി, എന്റെ റസൂലിനെ കാണുന്നില്ല. ഞാൻ അവിടെ നിന്ന് പല ഭാഗത്തും നോക്കി, എവിടെ എന്റെ ഹബീബ്, ഇവിടെ? പാതിരാ സമയത്ത് എന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്ന എന്റെ ഹബീബ് ഇവിടെ? ഞാൻ ആ മദീന പട്ടണം മുഴുവനും രാത്രിയിൽ നോക്കി, അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. അവസാനം എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയായി, രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ മറ്റുള്ള ഭാര്യമാരുടെ അടുക്കലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റുള്ള ഭാര്യമാരുടെ വീടിന്റെ മുമ്പിൽ ചെന്നു. സഹോദരാ, സഹോദരി, പൂച്ചക്കാട് എന്നെ കേൾക്കാനെത്തിയ പാവപ്പെട്ട സഹോദരാ, സഹോദരി, മറ്റുള്ള ഭാര്യമാരുടെ വീടെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരില്ലേ? ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വസൈനബൻ കഥാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. ഹബീബായ നബി തങ്ങളുടെ 10 ഭാര്യമാർക്ക് 10 വീടുണ്ടായിരുന്നില്ല. മദീനത്തെ പള്ളിയുടെ ഭിത്തിയോട് ചേർന്നിട്ട് 8 മടം നീളമുള്ള 10 മടം വീതിയുള്ള ഒരു ഈത്തപ്പന മരത്തിന്റെ കുടിലുണ്ടാക്കി കൊടുത്തു. ആദ്യത്തെ കൊച്ചു റൂം ഹഫ്സാ ബീവിക്ക് കൊടുത്തു. രണ്ടാമത്തെ വർഷം കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ രണ്ടാമത് റൂം അതിനോട് ചേർത്തുണ്ടാക്കി, അത് ആയിഷ ബീവിക്ക് കൊടുത്തു. മൂന്നാമത് വീണ്ടും കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് ഒരു കൊച്ചു റൂം ഉണ്ടാക്കിയിട്ടത് സൗദാ ബീവിക്ക് കൊടുത്തു. ഇങ്ങനെ പല പ്രാവശ്യം കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ കൊച്ചു കൊച്ചു വീടുകൾ ഉണ്ടാക്കി കൊടുത്ത ഹബീബായ മുത്ത് തന്റെ ഭാര്യമാരുടെ വീടുകൾ ദാരിദ്ര്യത്തിന്റെ വീടായിരുന്നല്ലോ. ഹബീബായ നബി തങ്ങളുടെ ആ വീട്ടിലായിരുന്നല്ലോ. ആ വീടിന്റെ വാതിലൊരു പിടിവാതിൽ പോലും ഉണ്ടായിരുന്നില്ല. അത്രമേൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ വീടിന്റെ മുറ്റത്ത് പോയി നോക്കിയപ്പോ അവിടെ ഒന്നും എന്റെ ഹബീബിനെ ഞാൻ കണ്ടില്ല. പിന്നെ എന്റെ മനസ്സിൽ വല്ലാത്ത പേടിയായി, അല്ലാഹുവിന്റെ ഹബീബിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ, ആ സമയത്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ ഞാനൊരു കരച്ചിൽ കേട്ടു. എവിടെ നിന്നറിയാൻ പോയപ്പോ എന്റെ വീടിന്റെ വാതിലിൽ പിടിച്ചിട്ട് മദീനത്തെ പള്ളിയുടെ മുറിയിലേക്ക് നോക്കിയപ്പോ അവിടെ എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്തിട്ട് കരയുന്ന ശബ്ദമാണത്. ആയിഷ റളിയല്ലാഹു തആല പറയാ, പാതിരാ സമയത്തിന്റെ അടുക്കൽ കിടന്നിട്ട് ഞാൻ ഉറങ്ങിയപ്പോ wudu എടുത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയാൻ ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർത്തുപിടിച്ചു. എനിക്ക് വേണ്ടിയായിരിക്കുമോ ദുആ? കാരണം റാത്തു സലാസിൽ യുദ്ധത്തിന് സഅദ് റളിയല്ലാഹു അൻഹു പോകുമ്പോ ഹബീബായ നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങയോട് ചോദിച്ചുവല്ലോ നബിയേ, ഈ ദുനിയാവിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടെന്ന് ചോദിച്ചപ്പോ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പറഞ്ഞത് അത് മറ്റാരോടുമല്ല, ആയിഷ. അതെന്റെ ആയിഷയോടാ, അതെന്റെ ആയിഷയോടാ. മുത്തുനബിയേ, 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 അങ്ങേക്ക് 1000 സലാം നബിയേ. മദീനയുടെ പച്ചക്കുപ്പയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ ഹബീബേ, കൽബിന്റെ തബീബേ, ആദർശത്തിന്റെയും ആദർശത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അവാച്യമായ കരതലങ്ങളെ അനുഗ്രഹവർഷമായിട്ട് ഈ അനന്തവികായുസിലേക്ക് ആരവം പോലെ തന്നെ ഈ ആധുനിക ലോകത്തിന്റെ പൂരണമില്ലാത്ത സമസ്യകൾക്ക് ദർശനങ്ങൾ കൊണ്ട് സമവാക്യം പറഞ്ഞ മുത്ത് ഹബീബേ, മുത്ത് ഹബീബേ, റൂഹി ഫിദാ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽബിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ഭാര്യയോടുള്ള പ്രണയത്തിന്റെ വിളക്കുമാണം കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഹബീബായ നബി തങ്ങൾ ഏറ്റവും ഇഷ്ടം ആയിഷയോടല്ലേ. രാത്രിയിൽ ദുആ സ്വീകരിക്കുന്ന തഹജ്ജുദിന്റെ സമയത്തുള്ള ദുആ എനിക്ക് വേണ്ടിയായിരിക്കുമല്ലോ എന്ന് ഞാൻ ഓർത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ ഞാൻ ശ്രദ്ധിച്ചു. ഏതാണ് ദുആ എന്നറിയോ? ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞ, ദരിദ്രനെ കുറിച്ച് പറഞ്ഞ ഈ സദസ്സ് ഇത് പറഞ്ഞ് വിനീതൻ അവസാനിപ്പിക്കട്ടെയോ? ഹബീബായ നബി തങ്ങൾ പാതിരാത്രിയിൽ തന്റെ പത്നിയുടെ അടുക്കൽ നിന്നെഴുന്നേറ്റ് പതിതമായ ശരീരത്തോടെ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്ത ആ ദുആ ഏതെന്നറിയോ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ. ഒരു ഭരണാധികാരിക്ക് അങ്ങനെ ദുആ ചെയ്യാൻ കഴിയില്ല മുസ്ലിമേ. ചെറുപ്പക്കാരാ, ഈ ഹബീബിന്റെ അനുയായിയായതിൽ അഭിമാനം കൊള്ളൂ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ. അല്ലാഹുവേ, നീ എന്നെ ഒരു ദരിദ്രനായി ജീവിപ്പിക്കണേ അല്ലാ. വഅമിത്നി മിസ്കീനാ, ദരിദ്രനായി മരിപ്പിക്കണേ റബ്ബേ. വഗ്ശുർനി ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ. നാളെ പരലോകത്തിന്റെ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ, പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ റബ്ബേ. പാവപ്പെട്ടവനായി ജീവിച്ചില്ലയോ, ദരിദ്രനായി ജീവിച്ചില്ലയോ? ഫാത്തിമ ബീവിയുടെ 2 കുഞ്ഞുമക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പട്ടിണി കിടന്നിട്ട് നിലവിളിച്ചപ്പോ ആ പേരമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ചൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ വെള്ളം കോരി നനച്ചില്ലയോ മുസ്തഫ? വെള്ളം കോരാൻ തൊട്ടി കിണറ്റിലേക്ക് ഇട്ടപ്പോ ആ കിണറ്റിൽ തൊട്ടി വീണുപോയപ്പോ ചൂതൻ പ്രവാചകന്റെ മുതുകത്തടിച്ചിട്ട് അടിയേറ്റ് പൊളന്നില്ലയോ മുസ്തഫ? നബിയെ, അങ്ങ് ജീവിച്ചത് ദരിദ്രനായിട്ടാണല്ലോ. മരിച്ചപ്പെടും അങ്ങ് മിസ്കീനായിരുന്നല്ല നബിയെ. ആ സമയത്തും അങ്ങയുടെ പടച്ചട്ട ഒരു ജൂതന്റെ വീട്ടിലായിരുന്നല്ലോ നബിയെ. വഹ്ശുർനി ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ. നാളെ ഞങ്ങളെ മിസ്കീന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുന്നത് കേട്ടോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ആ ദുആ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇനി ദാരിദ്ര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുവോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഇനി എന്ത് ദാരിദ്ര്യം ഞങ്ങൾ അനുഭവിക്കാനാണ്? നബി തങ്ങൾ തഹജ്ജുദിൽ കിടന്ന് ദുആ ചെയ്യുമ്പോ നിറൽ ഹിലാല തുമ്മൽ ഹിലാല തുമ്മൽ ഹിലാല ശഹറൈനി മുത്തതാബിഐനി വഫീ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അടുപ്പിന് തീ പുകഞ്ഞിട്ട് 3 മാസമായിട്ടുണ്ട്. 3 മാസമായി ഒരു ചൂടുവെള്ളം അനത്താൻ അടുപ്പിൽ തീ പുകയാത്ത വീട്ടിലെ ഗൃഹനാഥനാണ്. ഇനിയും എന്നെ ദരിദ്രനാക്കണേ എന്ന് ദുആ ചെയ്യുന്നത്. ഫാത്തിമയുടെ പേരമക്കള് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഉറക്കത്തിൽ ഉറക്കം വരാതെ പൊട്ടിക്കരഞ്ഞ വീട്ടിലാണ്. മിസ്കീനാക്കണേ എന്ന ദുആ വന്നത്. സഹോദരാ, സഹോദരി, അതുകൊണ്ട് ഈ പറഞ്ഞ വാക്ക് ചെറുതല്ല. മുത്ത് ഹബീബിന്റെ തഹജ്ജുദിന്റെ ദുആയാണത്. എന്തുകൊണ്ടാണ് ആ ദുആ എന്നറിയോ? എന്റെ സഹോദരനോട്, സഹോദരിയോട്, സമ്പന്നനാവാൻ ലോട്ടറി എടുക്കുന്നവരോട്, സമ്പന്നനാവാൻ പലിശക്കെടുക്കുന്നവരോട്, സമ്പന്നത കിട്ടാൻ കച്ചവടത്തിന്റെ പങ്കാളിയെ ചതിക്കുന്നവനോട് ആരുടെയും കെട്ടിപ്പിടിച്ചു സമ്പന്നനാവാൻ ശ്രമിക്കുമ്പോ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദിന് ഇരുന്ന് ദുആ ചെയ്തതെന്നറിയോ? പടച്ചവനെ ദരിദ്രനാക്കണേ അല്ലാ. കാരണം സമ്പന്നന്മാര് സ്വർഗ്ഗത്തിലെത്തുന്നതിന് 500 വർഷം മുമ്പേ ദരിദ്രന്മാര് സ്വർഗ്ഗത്തിലെത്തിയിരിക്കുമെന്ന് മുത്തൊളി മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. വെറുതെയാണോ ദുആ? സമ്പന്നന്മാർ സ്വർഗ്ഗത്തിലെത്തുന്നതിന് 500 വർഷം മുമ്പേ ദരിദ്രൻ സ്വർഗ്ഗത്തിലെത്തിയിട്ടുണ്ടാവും.
അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ സമ്പന്നന്മാര് സമ്പത്തിന്റെ മുഴുവൻ ഹിസാബ് കൊടുത്ത് കണക്ക് കൊടുത്തിട്ട് സ്വർഗത്തിലെത്തൂ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫേ നന്നായി സദഖ ചെയ്തോളണേ എന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ ഇത് പറഞ്ഞിട്ട് മദീനയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്നു ഔഫേ സദഖ ചെയ്തോളൂ, ഇല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെത്താൻ താമസിക്കും ഇബ്നു ഔഫേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയ് മനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സഹോദര, നമുക്കും സ്വർഗം വേണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടയോ? വേണം വേണം. അവര് മാത്രം സ്വർഗത്തിൽ പോയാ സമ്പന്നനും ദരിദ്രനും ഒക്കെ ഒരേപോലെ സ്വർഗത്തിൽ പോണ്ടേ? പോണോ വേണ്ടേ? വേണം. വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ നോക്കട്ടെ. പടച്ചോനെ ചിലരൊന്നും കൈപൊക്കനേ ഇല്ല. ആ താത്തിട്ടത് കൈവെക്കാൻ വന്ന എന്റെ അതിന്റെ ടിക്കറ്റ് ഉണ്ടായിട്ടൊന്നും എന്റെ ഒന്നുമില്ല. നമുക്ക് തന്നെ ഏതാ അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ പോക്കറ്റ് ഒന്നുമില്ല, പിന്നെ നമ്മളെന്ത് പറയാൻ? എന്നാൽ സഹോദര, വാക്കവി അവസാനിപ്പിക്കുക. ഇത് റമളാന് മുമ്പുള്ള, ഇനി റമളാൻ ലാസ്റ്റ് പ്രസംഗമാണ്. കാസർഗോഡ് ലാസ്റ്റ് പ്രസംഗം. ആകെ വല്ലപ്പോഴും വരിക. ഇത് ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെപ്പോ കണ്ടുമുട്ടുമെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇവിടെ തടിച്ചുകൂടിയ സഹോദരിമാരും സഹോദരങ്ങളും കേട്ടോളി, ഇന്നത്തെ വഅദിന്റെ സാരോപദേശം ഇതാണ്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ഇവിടത്തെ കൊട്ടാരത്തിൽ കിടന്നാൽ മതിയോ? സ്വർഗത്തിന്റെ കൊട്ടാരത്തിൽ കിടക്കണ്ടേ? വേണോ മനുഷ്യന്മാരെ? വേണോ ഹബീബിങ്ങളെ? വേണ്ടേ? എന്നാൽ ഇന്ന ഫിൽ ജന്നത്തി ലഗുറഫ, നാളെ സ്വർഗത്തിലൊരു മണിമാളികയുണ്ട്. ആ മണിമാളികയിൽ അകത്ത് നിന്നാല് പുറം കാണാം, പുറത്ത് നിന്നാല് അകം കാണാം. ആ സ്വർഗത്തിലൊരു മണിമാളിക, അതിന് നിന്റെ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് അല്ലാഹു നിനക്ക് ആ മണിമാളിക നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലൊരു വലിയ മണിമാണിക്യ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൽ സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടാക്കിയ ഭിത്തിയിൽ വെള്ളി കൊണ്ട് ചെറിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ആ കൊട്ടാരം തരട്ടെ. ആമീൻ പറയ്. അള്ളാഹു നമുക്ക് ആ കൊട്ടാരം തരട്ടെ. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണ്? റജബിന്റെ ആദ്യത്തെ രാവാണ്. ഇന്നത്തെ ദുആ കബൂലാണ്. റജബ് ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസം. അതുകൊണ്ട് ഇന്നത്തെ ദുആ നഷ്ടപ്പെടുത്തല്ലേ. റജബിന്റെ രാത്രി. മാഷാ അല്ലാഹ്, അങ്ങനെ ഒരു അനുഗ്രഹം. ഇത് റമദാനും വേണ്ട ലാസ്റ്റ് പ്രസംഗം ഇനിയില്ല. ഇനി റമദാനൊക്കെ കഴിഞ്ഞ് ഇനി എത്ര വർഷം, ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് ഇപ്പൊ കാസർഗോഡ് കാണില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു കണ്ടുമുട്ടുന്ന സമയത്ത് നല്ലത് പറഞ്ഞ് പിരിയാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ ആ സ്വർഗത്തിലെ കൊട്ടാരം ആർക്ക് കിട്ടും നബിയെ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞ 4 കൂട്ടർക്ക്. എത്ര പേർക്ക്? 4 സ്വഭാവമുള്ള ആളുകൾക്ക്. ഈ പറയുന്ന 4 കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 4 സ്വഭാവമുള്ള ആളുകൾ. ഇൻഷാ അല്ലാഹ് ഈ ഫക്കീർ ഇത് പറഞ്ഞു തരാം. ആ 4 സ്വഭാവം ഇനിയുള്ള ജീവിതത്തിൽ നിലനിർത്തണേ. ഇൻഷാ ചെയ്യൂലേ? സഹോദരിമാരെ കേട്ടോളീ, ആ കൊട്ടാരം ആർക്കുള്ളതാ? 1 തതീബുൽ കലാം, നല്ല വർത്തമാനം പറയുന്ന ആളുകൾക്ക്. അയാള് നല്ല വർത്താനേ പറയൂ, മോശമായ വർത്താനം പറയൂല. ആരോടും പറയൂല, ഒരാളോടും മോശമായ വർത്താനം പറയില്ല, ഒരാളുടെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയില്ല. അങ്ങനെ തതീബുൽ കലാം, നല്ല വർത്തമാനം പറയുന്ന ആൾ. പറഞ്ഞൂടെ? മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കാത്ത വർത്താനം. എന്റെ സമയമായ നിർത്താൻ സമയ ഇല്ല. ആ കാമണിക്കൂറും കൂടെ നമ്മൾ പറഞ്ഞ സമയം തീർന്നു. 1 നമ്മളിവിടെ പോയിട്ട് വാക്ക് പറഞ്ഞതിനൊരു ഗുണം വേണ്ടേ? 1 ഇതൊന്ന് പറഞ്ഞാല് നമ്മളതിനകത്തേക്ക് ഇറങ്ങും. അതിനായി പറയിപ്പിക്കണേ. തതീബുൽ കലാം, നല്ല വർത്താനം. ഭാര്യയോട്, മക്കളോട്, നാട്ടുകാരോടും വീട്ടുകാരോടും നല്ല വർത്താനമേ പറയൂ.
സഹോദരാ, ഒരാളുടെ മനസ്സും മുറിവേൽപ്പിക്കാത്ത വർത്തമാനം ഒരാളെ കത്തി കൊണ്ട് പോറിയാൽ ആ മുറിവുണവൻ കേൾക്കാം. പക്ഷേ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ മരണം വരെ ആ മുറിവ് ഭേദമാവില്ല. അതുകൊണ്ട് ഒരാളെ ഈ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കല്ലേ. അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ ചിന്തിച്ചൂടെ? എല്ലാരോടും നല്ല വർത്താനം പറയാ. ഭാര്യയോട്, മക്കളോട് വാപ്പ പറയണ്ട. വാപ്പ എന്ത് പറയണം? എന്റെ പൊന്നുമോനെ, യാ ബുനയ്യ അഖിമിസ്സലാ. മക്കളോട് നല്ല വർത്താനം പറയണം. അല്ലാതെ മക്കള് വാപ്പാനെ കാണുമ്പോഴേ ഓടി ഒളിക്കണം, അങ്ങനെ വേണ്ട. മക്കളോട് നല്ല വർത്താനം പറയണം. ഓ, എന്റെ ഉപ്പ നല്ല രീതിയിൽ വർത്താനം പറയും. ചില ഉപ്പമാരുണ്ട് ദജ്ജാലിന് മാതിരിയാ, ഒരുമാതിരി ചിന്നു കൂടിയ മാതിരിയാ. അങ്ങനെ പറയല്ലേ. ഏറ്റവും നല്ല വാപ്പയാരാ? ഏറ്റവും നല്ല വാപ്പയാരാ? ഏറ്റവും നല്ല പിതാവാരാ? ഇവിടെ മക്കളുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയാ നോക്കട്ടെ. എന്നിപ്പോ പറയാം. മക്കളുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. പിതാക്കന്മാർ ഏറ്റവും നല്ല, നിങ്ങൾ നല്ല പിതാവാണോ? ഏറ്റവും നല്ല പിതാവാരാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വീട്ടിലിരിക്കുന്ന മക്കൾ എന്റെ ഉപ്പയൊന്ന് വന്നിരുന്നെങ്കിൽ, എന്റെ ഉപ്പ ഇന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്ന് ഏതും മക്കൾ ആഗ്രഹിക്കുന്നുവോ, മക്കളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഉപ്പയാണ് ഏറ്റവും നല്ല ഉപ്പയെന്ന് മുത്തു മുസ്തഫ. ആണോന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് മക്കള്, എന്റെ ഉപ്പ വന്നിരുന്നെങ്കിൽ എന്റെ ഉപ്പ എന്നോട് തമാശ പറയൂല്ലോ, എന്റെ ഉപ്പ എന്നോട് കളി പറയൂല്ലോ, എന്റെ ഉപ്പ എന്നെ മടിയിൽ കയറ്റിയിരുത്തിട്ട് കൊഞ്ചിക്കൂല്ലോ. എന്റെ ഉപ്പ എന്നെ മടിയിലിരുത്തി കൊഞ്ചിക്കൂല്ലോ. പെട്ടെന്ന് കരച്ചിൽ വന്നാണ്. എന്റെ മോള് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പായിട്ട് ഞാൻ മിണ്ടൂല്ല, പോയിട്ട് 3-4 ദിവസമായി. ഇറങ്ങുമ്പോ പറയും 2 days കഴിയുമ്പോ വരണം. ഏറ്റവും നല്ല ഉപ്പയാർ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ, സാലിഹത്തുകളാക്കട്ടെ. എപ്പോ ഇറങ്ങുമ്പോഴും എന്നോട് പറയും 2 days കഴിയുമ്പോ വാപ്പി വീട്ടിൽ വരണം. അങ്ങനെ ആവണം മക്കളോട്. എന്റെ ഉപ്പ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് വീട്ടിലിരിക്കണ മക്കൾ ഉപ്പാനെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഉപ്പ ഏറ്റവും നല്ല ഉപ്പയാണ്. അതുകൊണ്ട് തത്തീബുൽ കലാം, എല്ലാവരോടും നല്ലത് പറയാ. ഇൻഷാ അല്ലാഹ്. 2 സമയമില്ലല്ലോ മുഅ്മിനേ. 2 ധാരാളമായി ഭക്ഷണം കൊടുക്കുക. പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, അഗതികളോട്, അനാഥകളോട്, അരശരണരോട്, നിരാലംബരോട്, നിരാശ്രയരോട്, നിദ്രാവിഹീനരോട്, ചുത്തടക്കാൻ ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവന് ഏത് സമയത്തും ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുക. സഹോദരാ, കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ ഒരു ബറക്കത്തല്ലേ. പള്ളിയിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, പള്ളിയിൽ ആലിമീങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലാവണ്ടേ. നാളെ സ്വർഗത്തിനൊരു മാളിക വേണോ? ധാരാളമായി ഭക്ഷണം കൊടുക്കണേ. പള്ളിയിൽ 20 മുത്തഅല്ലിമീങ്ങളുണ്ട്, പക്ഷേ ഭക്ഷണം കൊടുക്കാൻ കമ്മിറ്റി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. പൊന്നുമോനെ, നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും ബറക്കത്തുള്ള കാലമേടെന്നറിയോ? പള്ളിയിലെ ദറസിൽ പഠിക്കുന്ന മുത്തഅല്ലിമ് 3 നേരം നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഇശാ കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് പോകാൻ നേരത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലി സാഹിബി തആ, ആ കുഞ്ഞുമോൻ നമ്മുടെ ഉറ്റത്തിരുന്നിട്ട് അല്ലാഹുമ്മ തഇംന, അല്ലാഹുമ്മ അതഇംനാ വഅതഇംന തഅമനാ വസ്കിനാ വസ്കി മൻ സക്കാനാ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വബാരിക് ലഹും ഫീമാ റസഖ്തഹും. പടച്ചവനെ, എന്നെ ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. അവരുടെ ഭക്ഷണത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ സമ്പത്തിന് നീ അനുഗ്രഹം കൊടുക്കണേ അല്ലാ എന്ന് ഭക്ഷണം കഴിച്ച മുത്തഅല്ലിമ് ഇശാ കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ദുആ ചെയ്തിറങ്ങിപ്പോയ ഒരു കാലം മുസ്ലിം ഉമ്മത്തിന് പറയാനുണ്ട്. അന്ന് ഇത്രമേൽ ക്യാൻസർ പടർന്നു പിടിച്ചിട്ടില്ല, ഇത്രമേൽ കടബാധ്യതകൾ വന്നിട്ടില്ല.
മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും നല്ല കാലം ദറസിലെ മുത്തല്ലിമീങ്ങൾ കന്നം വിളമ്പി കൊടുത്തിട്ട് അവരുടെ ദുആയോടുകൂടി ഒരു പകൽ അവസാനിച്ച ദിവസമാണ്. അല്ലേ അല്ലേ? ഇന്ന് നമുക്ക് നമ്മൾ ഭക്ഷണം വെക്കൂല, ഭർത്താവിനോട് പറയും പിസ്സ ബർഗർ അതൊക്കെ തിന്നിട്ട് നമ്മൾ ഒരുമാതിരി ബ്ലോക്ക് കോഴിയമാതിരി അങ്ങനെ നടക്കുകയാണ്. വീട്ടില് സ്വന്തം ഭർത്താവിന് വേവിച്ചു കൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് സമയമില്ല. ധാരാളമായി ഭക്ഷണം കൊടുക്കുക. ചെറുപ്പക്കാരെ, എന്റെ പൊന്നു യുവാക്കളെ, മുമ്പിലൊരു പാവപ്പെട്ടവനെ കൊണ്ട് ഭക്ഷണം കൊടുത്തോളി, സ്വർഗത്തിന്റെ മാളിക ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 സമയില്ല മനുഷ്യന്മാരെ. 3 ധാരാളമായിട്ട് നോമ്പ് പിടിക്കുക, ധാരാളം നോമ്പിനെ വർദ്ധിപ്പിക്കുക. തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും നോമ്പ് പിടിക്കുക. ആശൂറായിന്റെ താസുആയിന്റെ ഇദാ റജബത്തി ഏറ്റവും കൂടുതൽ ഹബീബായ നബി തങ്ങൾ സുന്നത്ത് നോമ്പ് പിടിച്ച മാസമാണ് റജബ്. ഈ റജബിന്റെ മാസത്തിൽ ധാരാളമായി സുന്നത്ത് നോമ്പ് പിടിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇത്ര നേരം മകൾ പറഞ്ഞിട്ട് ബാക്കി ഞങ്ങൾക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ജീവിതത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഹബീബായ നബി തങ്ങളോട് പരാതി പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് പിണങ്ങിയിട്ട് വീട്ടിൽ പോയി പള്ളിയിൽ പോയി കിടന്നപ്പോ ഹബീബായ നബി തങ്ങളോട് ഖുർആന്റെ ആയത്തിറങ്ങി, നബിയെ ദാരിദ്ര്യത്തിൽ അങ്ങയോട് കൂടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ആ പെണ്ണുങ്ങളോട് ഫതആലൈന ഉമത്തികുന്ന വൗസരിഹുന്ന സറാഹൻ ജമീല, അവരെ തലാഖ് ചൊല്ലി ഒഴിവാക്കിയേക്ക് നബിയെ. അങ്ങയുടെ ഭാര്യമാരെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ആരെ ഒഴിവാക്കിയാലും ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഒഴിവാക്കല്ല നബിയെ. ഹഫ്സ ബിൻത് ഉമർ